ഹായ്, നമ്മൾ ട്രീ എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിലെ ഒരു തിയറം കൂടി നോക്കണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്യാം. എ കണക്റ്റഡ് ഗ്രാഫ് ജി വിത്ത് അറ്റ്ലീസ്റ്റ് 2 vertices is a tree if and only if its degree sequence d1, d2, etc. dn satisfy the condition sigma equal to 1 to n di equal to 2 into n minus 1 with di greater than 0 for each i. di എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡിഗ്രി. ഓക്കെ, ഒരു കണക്റ്റഡ് ഗ്രാഫ് ജിയിൽ അറ്റ്ലീസ്റ്റ് 2 vertices ഉണ്ട്, അത് ട്രീ ആണ്. അറ്റ്ലീസ്റ്റ് 2 vertices ഉള്ള ഒരു കണക്റ്റഡ് ഗ്രാഫ് ട്രീ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇറ്റ്സ് ഡിഗ്രി സീക്വൻസ്, അതിൻ്റെ ഡിഗ്രി സീക്വൻസ് d1, d2, etc. dn ആണ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? സിഗ്മ ഈക്വൽ ടു 1 to n di 2 into n minus 1. n പറഞ്ഞാൽ നമ്പർ ഓഫ് വേർട്ടിസസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കണക്റ്റഡ് ഗ്രാഫ് ജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രീ ആണെന്ന് നമുക്ക് ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ ആണ് അങ്ങനെ പ്രൂവ് ചെയ്യണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജി ബി എ ട്രീ, ജി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീ ആണെന്ന് സപ്പോസ് ചെയ്തു. അപ്പോൾ ജി ട്രീയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒരു കണക്റ്റഡ് ആണ്, നോൺ ട്രിവിയൽ ആണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ഹാവ് നോ ഐസൊലേറ്റഡ് വേർട്ടിസ് ആൻഡ് എവറി ടേം ഓഫ് ദി ഡിഗ്രി സീക്വൻസ് ഇസ് പോസിറ്റീവ്. നമുക്ക് എന്താ അറിയാം? ഡിഗ്രി സീക്വൻസ് എന്തായാലും എന്തേ വരുള്ളൂ? പോസിറ്റീവേ വരുള്ളൂ, ഒരിക്കലും എന്താവില്ല നെഗറ്റീവ് ആയില്ല. ഫർദർ ബൈ തിയറം 1.3.4 നമുക്ക് സിഗ്മ ഈക്വൽ ടു 1 to n di, ഡിഗ്രിയുടെ അവിടെ കേസ് പഠിക്കുന്ന സ്ഥലത്ത് 2m ആണ് പഠിക്കേണ്ടത്. സോ എമ്മിന് നമ്മൾ നമ്പർ ഓഫ് വേർട്ടിസസ് ആണ്. എം നമുക്ക് എങ്ങനെ എഴുതാം? 2 into n minus 1 എഴുതാം. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്ത്? ഫസ്റ്റ് ദെൻ കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് ദി കണ്ടീഷൻ ഹോൾഡ്. ഫസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്തു, അതായത് സിഗ്മ ഡി ഐ ഈക്വൽ ടു 1 to n di ഈക്വൽ ടു 2 into n minus 1 ആണെന്ന് ഹോൾഡ് ചെയ്തു. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? വി പ്രൂവ് ദാറ്റ് ജി ഇസ് എ ട്രീ, ജി ഒരു ട്രീ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ബൈ ഇൻഡക്ഷൻ ഓൺ എൻ, ഇൻഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇഫ് n ഈക്വൽ ടു 2, അതായത് നമ്പർ ഓഫ് വേർട്ടിസസ് 2 ആണെന്ന് വിചാരിക്കാം. ദി കണ്ടീഷൻ സിഗ്മ ഈക്വൽ ടു 1 to n di ഈക്വൽ ടു എന്ത് വരും? 2 into n minus 1. 2 into n minus 1 ആണ് വരിക. ഇംപ്ലൈസ് ദാറ്റ് d1 plus d2 രണ്ടാണ് വരുന്നത്. രണ്ട് ഡിഗ്രിയുള്ള 2 വേർട്ടിസസ് ആണ് വരുന്നത്. അപ്പോൾ 2 വേർട്ടിസസ് വരുമ്പോൾ d1 plus d2 ദാറ്റ്സ് ഈക്വൽ ടു 2 എന്നായിരിക്കും വരിക. കാരണം 2 വേർട്ടിസസ് ഉള്ളൊരു ഗ്രാഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ട്രീ ആണ്. അതിൽ ഇതിൻ്റെ വേർട്ടിസസിൻ്റെ ഡിഗ്രി 1 ആണ്, ഇതിൻ്റെ ഡിഗ്രി എന്താണ്? 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രിന് നമ്മൾ d1 എന്നും ഇതിൻ്റെ ഡിഗ്രിന് നമ്മൾ d2 എന്ന് വിളിച്ചു. സോ 1 plus 1 എന്താണ്? 2. ഇനി ഈ ഒരു കണ്ടീഷനിൽ കൊടുത്ത് നോക്കാം. സിഗ്മ ഈക്വൽ ടു 1 to 2 di ദാറ്റ്സ് ഈക്വൽ ടു 1 plus 1 ഈക്വൽ ടു 2 ആണ്. 2 into 2 വേർട്ടിസസ് ആണ്. 2 minus 1, 2 minus 1 എന്താണ്? 1. സോ 2 into 1 2. ഓക്കെ, അപ്പോൾ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ n ഈക്വൽ ടു 2ന് ശരിയാണെന്ന് നമുക്ക് കിട്ടി. d1 ഗ്രേറ്റർ ദാൻ കിട്ടി 1, d2 ഗ്രേറ്റർ ദാൻ കിട്ടി, രണ്ടും എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. Then d1 equal to 1 and d2 equal to 1. The unique realization of G is a K2 which is a tree. K2 ആണ് എന്ത്? 2 വേർട്ടിസസ്, നമ്പർ ഓഫ് വേർട്ടിസസ് 2 ആയിട്ടുള്ളതിന് നമ്മൾ എന്ത് വിളിക്കുക? K2 എന്നാണ് പറയുക. അതെന്തായാലും എന്താണ്? ഓട്ടോമാറ്റിക്കലി ട്രീ ആണ്. Now assume the result for all graphs with at most n minus 1 vertices n greater than or equal to 3. അതായത് അറ്റ്ലീസ്റ്റ് 3 വേർട്ടിസസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് n greater than or equal to 3. ആ ഒരു നമുക്ക് തിയറത്തിൽ അങ്ങനെ തന്നിട്ട് അറ്റ്ലീസ്റ്റ് 2 വേർട്ടിസസ് കേട്ടോ, സോറി, അറ്റ്ലീസ്റ്റ് 2 വേർട്ടിസസ് ആണ്. അപ്പോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്തു? n minus 1ന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. അതായത് n minus 1 ഡിഗ്രി ഉള്ള വേർട്ടിസസ് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. 2n di ഈക്വൽ ടു 2 into n minus 1 ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുമെങ്കിൽ അതെന്തായിരിക്കും? ട്രീ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, ലെറ്റ് ജി ഹാവ് n വേർട്ടിസസ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് n വേർട്ടിസസിൻ്റെ കേസാണ്. ജിക്ക് n വേർട്ടിസസ് ഉണ്ട്. ഇഫ് ഡി ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, ഡി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡിഗ്രി എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വേർട്ടിസസ് എണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സോറി, n വേർട്ടിസസ് ആണുള്ളത്. n വേർട്ടിസസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഡിഗ്രി എന്താ? ഒന്നുകിൽ 2 ആവും, അല്ലെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവും മിനിമം. ഫോർ എവറി ഐ 1 less than or equal to i less than or equal to n. ദെൻ അങ്ങനെയാണെങ്കിൽ സിഗ്മ ഈക്വൽ ടു 1 to n di എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2n ആയിരിക്കും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2 into n minus 1. കാരണം 2 into n-നേക്കാളും 2n-നേക്കാളും വലുതാണ് ഡിഗ്രികളുടെ സമ്മെങ്കിൽ നമുക്ക് എന്ത് പറയാം? n minus 1-നേക്കാളും വലുതാണ് പറയും. ഇറ്റ്സ് കോൺട്രഡിക്ട്സ് ദി ഗിവൺ കണ്ടീഷൻ. കാരണം എന്താ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുള്ളതിൽ ഈക്വൽ ടു കേസാണ് വരുന്നത്. ഈക്വൽ ടു കേസല്ല വരുന്നത്. സിഗ്മ ഈക്വൽ ടു 1 to n di ഈക്വൽ ടു 2 into n minus 1 ആണ് വരുന്നത്. പക്ഷെ നമുക്കിവിടെ എന്താ കിട്ടിയത്? ഈസ് ഗ്രേറ്റർ ദാൻ 2 into n minus 1 ആണ്. അവിടെ ഒരു എന്താ വരുന്നത്? കോൺട്രഡിക്ഷനാണ് വന്നത്. ഓക്കെ, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. ഹൻസ് ഡി ഐ ലെസ് ദാൻ 2. ഇനി നമ്മൾ എന്താ നോക്കുക? ഡി ഐ
അതായത് ഡി ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോഴത്തെ കേസാണ് ഇപ്പോൾ എന്ത് പറഞ്ഞ കോൺട്രഡിക്ഷൻ വന്നത്. ഇനി അടുത്ത് നമ്മൾ ഡി ഐ ലെസ് ദാൻ 2 ആണെന്ന് വിചാരിക്കുക. ഫോർ അറ്റ്ലീസ്റ്റ് 1 ഐ, ഏതെങ്കിലും ഒരൈക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരൈക്കെങ്കിലും എന്ത് വരും, ഡി ഐ എന്ന് പറഞ്ഞത് ലെസ് ദാൻ 1 ആണ്. ഇവിടെ ഡി ഐൻ്റെ കേസ് പറയുമ്പോൾ എല്ലാം, അതായത് എല്ലാ വേർട്ടിസസിൻ്റെയും ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവും എന്ന് പറഞ്ഞ കേസിൽ നമ്മൾ ചെയ്ത് വന്നപ്പോൾ അവിടെ കോൺട്രഡിക്ഷൻ വന്നു. സോ ഇനി നമ്മൾ ഡി ഐ ലെസ് ദാൻ 2 ആണ്, അതായത് ഏതെങ്കിലും ഒരു വേർട്ടിസസിനെങ്കിലും എന്തുണ്ടാവും, ഡിഗ്രി ലെസ് 2നേക്കാളും ചെറുതായിരിക്കും. ഫോർ ദിസ് ഐ ഡി ഐ ഈക്വൽ ടു 1, ഡി ഐ ഈക്വൽ ടു 1 ആണ് എന്ത് 2നേക്കാളും ചെറിയ നമ്പർ എന്ന് പറഞ്ഞിട്ട്. ഫോർ ഡെഫിനിറ്റ്നെസ് ലെറ്റസ് അസ്യൂം ദാറ്റ് ഡി എൻ ഈക്വൽ ടു 1, nth വേർട്ടിസസിൻ്റെ ഡിഗ്രി 1 ആണെന്ന് വിചാരിക്കുക. ലെറ്റ് വി എൻ ബി ദ കറസ്പോണ്ടിങ് വേർട്ടെക്സ്, വി എൻ ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് വേർട്ടെക്സ്, അതിൻ്റെ ഡിഗ്രിയാണ് 1. ലെറ്റ് വി കെ ബി ദ യൂണിക് വേർട്ടെക്സ് അഡ്ജസൻറ്റ് ടു വി എൻ, വി എന്നുമായിട്ട് ആകെ ഒരൊറ്റ, അതായത് ഈ വി എൻ എന്ന് പറഞ്ഞ ലാസ്റ്റ് വേർട്ടെക്സസിൻ്റെ ഡിഗ്രി 1 ആണെന്ന് എടുത്തു. ഈ വി എന്നുമായിട്ട് ആകെ അഡ്ജസൻ്റ് ആയിരുന്ന വേർട്ടിസസ് നമ്മൾ വി കെ എന്ന് വിളിച്ചു. യൂണിക് വേർട്ടെക്സ് അഡ്ജസൻറ്റ് ടു വി എൻ ജി. ദെൻ ഡി ജി ഓഫ് വി കെ എന്തായിരിക്കും, ഡി ജി ഓഫ് വി എൻ എന്ന് പറയുന്നത് ഡി എൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി ജി ഓഫ് വി കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കും, ഡി കെ എന്നുള്ളത് നമ്മൾ എടുത്തു. ഓക്കെ, ഡിലീറ്റ് വി എൻ ഫ്രം ദി ഗ്രാഫ്. ഇനി വി എൻ എന്ന് പറഞ്ഞ ഈ ഒരു വേർട്ടെക്സിന് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ദെൻ ദി റിസൾട്ടിങ് ഗ്രാഫ് എന്തായിരിക്കും, ജി ഡാഷ്. റിസൾട്ടിങ് ഗ്രാഫിന് നമ്മൾ ജി ഡാഷ് എന്ന് വിളിച്ചു. അതെന്താ, ജി മൈനസ് വി എൻ, ജിയിൽ നിന്ന് വി എന്ന് പറഞ്ഞ വേർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്തതാണ്. പക്ഷേ എന്താണത്, ആൻഡ് ഇസ് കണക്റ്റഡ് ആണ്. ആൻഡ് ആസ് ദ ഡിഗ്രി സീക്വൻസ് D1 D2 എക്സെട്ര DK-1, അതായത് ഒരു വേർട്ടിസസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി സീക്വൻസ് എന്തൊരു D1 D2 എക്സെട്ര DK-1 DK+1 എക്സെട്ര DN-1 വരും. ലെറ്റ് V1 V2 എക്സെട്ര VN-1 ബി ദി റെസ്പെക്റ്റീവ് വേർട്ടിസസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർട്ടിസസ് പറഞ്ഞാൽ V1 V2 എക്സെട്ര VN-1 ആണ്. നോട്ട് ദാറ്റ് DK cannot be equal to 1, ഒരിക്കലും എന്താവില്ല, DK എന്ന് പറഞ്ഞത് 1 ആവില്ല. കാരണം എന്താ, നമ്മൾ വി കെ വി എന്ന് പറഞ്ഞ എഡ്ജ് ഫോംസ് സെപ്പറേറ്റ് കമ്പൗണ്ട് ഓഫ് ജി കോൺട്രാക്റ്റിംഗ് ദ ജി ഈസ് കണക്റ്റഡ്. അതായത് നമ്മളിപ്പോൾ വി കെ എന്ന് എടുത്തു, ഇവിടെ ഇതിൻ്റെ ഡിഗ്രി 1 ആണെങ്കിൽ ആകെ ഈ വി കെ വി എന്നുമായിട്ട് മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, വി കെ ഈ വി എന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലും നമ്മുടെ ഗ്രാഫിന് പ്രത്യേകിച്ച് ഡിസ്കണക്ഷൻ വരുന്നില്ല. ഗ്രാഫ് എന്താണ്, ഗ്രാഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് കണക്റ്റഡ്. സോ വി കെയുടെ ഡിഗ്രി ഒരിക്കലും എന്താവില്ല, 1 ആവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തിനെ കോൺട്രഡിക്റ്റ് ചെയ്യും, കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ജിയുടെ ഗ്രാഫ് കണക്റ്റഡ് എന്നുള്ള കൺസെപ്റ്റിനെ കോൺട്രഡിക്റ്റ് ചെയ്യും. ആൻഡ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ളതിനും കോൺട്രഡിക്റ്റ് ചെയ്യും. ദസ് ദി ഡിഗ്രി സീക്വൻസ് ഓഫ് ജി ആസ് പോസിറ്റീവ് ടേംസ്, ആ ഒറ്റ ഡിഗ്രി സീക്വൻസ് ഉള്ളത് എന്തേ വരുള്ളൂ, പോസിറ്റീവ് ടേംസേ വരുള്ളൂ. സോ D1 പ്ലസ് D2 പ്ലസ് എക്സെട്ര പ്ലസ് DK-1 പ്ലസ് DK-1 പ്ലസ് DK+1 പ്ലസ് എക്സെട്ര പ്ലസ് DN-1 ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ DK-1 എന്താ വരുന്നത് വെച്ചാൽ ഡിഗ്രി കെ ഉള്ളതിൽ നിന്ന് ഒരു വേർട്ടിസസ് ഒരു ഡിഗ്രി കുറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇവിടെ യു കെൻ്റെ ഡിഗ്രി ഇപ്പം എന്തോ ആയിക്കോട്ടെ, യു കെൻ്റെ ഡിഗ്രി നമ്മൾ DK എന്നാണ് എടുത്തത്. ഈ വി എന്നിനെ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ ഡിഗ്രി എന്തായിട്ട് മാറും, അവിടെ ഒരു ഡിഗ്രി കുറയും. സോ അതുകൊണ്ടാണ് അവിടെ DK-1 എഴുതിക്കുന്നത്, അല്ലാതെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, ഇവിടെയും വരുന്നുണ്ട് DK-1 വരുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു D1 പ്ലസ് D2 പ്ലസ് എക്സെട്ര പ്ലസ് DN-1 മൈനസ് 1 എഴുതി. ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to n DI മൈനസ് DN-1. ഓക്കെ, ഈ സമ്മേഷൻ ഈക്വൽ ടു 1 to n DIയിൽ നിന്ന് DN എന്ന് പറഞ്ഞ വേർട്ടിസസിൻ്റെ VN എന്ന് പറഞ്ഞ വേർട്ടിസസിൻ്റെ ഡിഗ്രി മൈനസ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൈനസും കൂടി വന്നു. സോ ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ഇൻറ്റു n-1 ആണ്. സോ 2 ഇൻറ്റു n-1 -1 വരും. ഓക്കെ, DNൻ്റെ ഡിഗ്രി എന്താണെന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ, DNൻ്റെ ഡിഗ്രി നമ്മളിവിടെ 1 ആണെന്ന് എടുത്തിട്ടുണ്ട്. ഇതാ DNൻ്റെ ഡിഗ്രി 1 ആണെന്ന് എടുത്തിട്ടുണ്ട്. സോ 2 ഇൻറ്റു n-1 -1 ഈക്വൽ ടു 2 ഇൻറ്റു n-2. ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് ജി ഡാഷ് ഇസ് എ ട്രീ. നമുക്ക് എന്ത് പറയാം, ജി ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീ ആണെന്ന് പറയാം. ഓക്കെ, 2 ഇൻറ്റു n-2 എന്ന് പറഞ്ഞാൽ ജി ഡാഷ് ഇസ് എ ട്രീ. ജി ഡാഷ് പറഞ്ഞാൽ G മൈനസ് വി എൻ ഇസ് ട്രീ. നൗ ടു റിയലൈസ്, അതായത് G മൈനസ് വി എൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വേർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ജി ഡാഷിൽ എത്രയേ ഉള്ളൂ, n-1 വേർട്ടിസസേ ഉള്ളൂ. സോ n-1 വേർട്ടിസസിന് ശരിയാണെന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 2 ഇൻറ്റു n-2 എന്നാണ് കിട്ടിയത്. സോ നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ജി ഡാഷ് ഒരു ട്രീ ആണ് കിട്ടുക. നൗ ടു റിയലൈസ് G ഫ്രം ജി ഡാഷ്, ജിയിൽ നിന്നാണ് ജി ഡാഷ് ഉണ്ടായത്. സോ അത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പെൻഡൻറ്റ് എഡ്ജാണ് കിട്ടുക VK VN. അതായത് പെൻഡൻറ്റ് എഡ്ജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി 1 ആയിട്ടുള്ളൊരു എഡ്ജാണ് കിട്ടുക.
സോ നമുക്ക് എന്ത് പറയാം, ജി എന്ന് പറഞ്ഞത് ഒരു ട്രീ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഇനി അടുത്തത്, ഇഫ് യു ആൻഡ് വി ആർ നോൺ അഡ്ജസൻറ്റ് വേർട്ടിസസ് ഓഫ് എ ട്രീ ടി ദെൻ ടി പ്ലസ് യു വി കണ്ടെയ്ൻസ് എ യൂണിക് സെറ്റ്. യുയും വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസൻ്റ് അല്ലാത്ത വേർട്ടിസസ് ആണ് ട്രീയിൽ. അങ്ങനെയാണെങ്കിൽ ടി പ്ലസ് യു വിയും തമ്മിൽ അഡ്ജസൻറ്റ് ചെയ്തിട്ട് അത് ടിയുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ട്രീ എന്ന് പറഞ്ഞാൽ ടിയുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യുണീക്ക് സൈക്കിൾ കിട്ടുമെന്നാണ് പറയുന്നത്. സോ ഇഫ് പി ഇസ് ദി യുണീക്ക് യു വി പാത്ത്, പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുണീക്ക് യു വി പാത്താണ് ഈ ട്രീയിൽ, ദെൻ പി പ്ലസ് യു വി എന്ന് പറഞ്ഞാൽ പാത്തിൻ്റെ കൂടെ യു വിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടും, സൈക്കിൾ കിട്ടും. ഇൻ ടി പ്ലസ് യു വിയിൽ വരും. ഇറ്റ് ഈസ് യുണീക്ക്, അതെന്തായാലും എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. എസ് ടി പാത്ത് പി ഈസ് യുണീക്ക് ഇൻ ടി. ഓക്കെ, പി എന്ന് പറഞ്ഞത് യുണീക്കാണ് ടിയിൽ. അടുത്ത, പ്രൂവ് ദാറ്റ് ഇഫ് എം ഓഫ് ജി ഈക്വൽ ടു എൻ ഓഫ് ജി ഫോർ എ സിമ്പിൾ കണക്റ്റഡ് ഗ്രാഫ് ജി ദെൻ ജി ഈസ് യൂണിസൈക്ലിക് ദാറ്റ് ദിസ് ഗ്രാഫ് കണ്ടെയ്നിങ് എക്സാക്ട്ലി വൺ സൈക്കിൾ. അതായത് എം ഓഫ് ജി എൻ ഓഫ് ജി ഈക്വൽ ആണ് എവിടെ, സിംപ്ലി കണക്റ്റഡ് ഗ്രാഫിൽ. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറഞ്ഞത് ഒരു യൂണിസൈക്കിളൊക്കെ ആയിരിക്കും. ദാറ്റ് ഇസ് ഗ്രാഫ് കണ്ടെയ്നിങ് എക്സാക്ട്ലി വൺ സൈക്കിൾ. അതായത് ഒരു ഗ്രാഫിൽ ഒറ്റ സൈക്കിൾ കണ്ടെയ്ൻ ചെയ്യുള്ളൂ. ബൈ തിയറം 4.1.3. 4.1.3 എന്താ പറയുന്നത് വെച്ചാൽ, എവരി കണക്റ്റഡ് ഗ്രാഫ് കണ്ടെയ്ൻസ് എ സ്പാനിങ് ട്രീ. സോ നമുക്ക് എന്ത് പറയാം, ജിയിലൊരു സ്പാനിങ് ട്രീ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. എസ് ടി ഹാസ് എൻ ഓഫ് ജി മൈനസ് 1 എഡ്ജ്. എൻ ഓഫ് ജി മൈനസ് 1 എഡ്ജാണ് ഉണ്ടാവുക. ദെൻ ഇ ഓഫ് ജി ഡിവൈഡഡ് ഇ ഓഫ് ടി കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ എഡ്ജ്. ഇ ഓഫ് ജിയിൽ നിന്ന് ഇ ഓഫ് ടി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ, ഒറ്റ സിംഗിൾ എഡ്ജ് ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ ഇ എന്ന് വിളിച്ചു. ദെൻ ജി ഈക്വൽ ടു ടി യൂണിയൻ ഇ ഈസ് യൂണിസൈക്കിൾ. അപ്പോൾ ടിയിൽ ആകെ എൻ ഓഫ് ജി n-1 എഡ്ജസേ ഉള്ളൂ. അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു എഡ്ജിനും കൂടി ഡിലീറ്റ് ചെയ്തതാണ്. ആ എഡ്ജും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, യൂണിസൈക്കിളിക്കേ വരുന്നു. ഓക്കെ, അടുത്ത പ്ലാനാർ ആൻഡ് നോൺ പ്ലാനാർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. അത് സെക്ഷനാണ് 8.1. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് പ്ലാനാർ, അതേപോലെ എന്താണ് നോൺ പ്ലാനാർ, പ്ലാനാരിറ്റി എന്താണെന്നൊക്കെയാണ് പറയുന്നത്. എ ഗ്രാഫ് ജി ഈസ് പ്ലാനാർ. ഒരു ഗ്രാഫിൻ്റെ പ്ലാനാർ എന്ന് പറയണമെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് എ ഡ്രോയിങ് ഓഫ് ജി ഇൻ ദി പ്ലെയിൻ ഇൻ വിച്ച് നോ ടു എഡ്ജ് ഇൻ്റർസെക്റ്റ് ഇൻ എ പോയിന്റ് അതർ ദാൻ എ വേർട്ടെക്സ് ഓഫ് ജി. അതായത് ഇപ്പോൾ ഒരു ഗ്രാഫിൽ 4 വേർട്ടിസസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ഇതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യിക്കുകയാണ്, ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്ത് വരുന്നുണ്ട്, ഈ രണ്ട് വേർട്ടിസസ് എന്താണ്, ഈ ഗ്രാഫിൻ്റെ വേർട്ടിസസ് തന്നെയാണ്. വേറെ ഒരു വേർട്ടെക്സിൽ എന്ത് വരുന്നില്ല, കണക്ഷൻ വരുന്നില്ല. ഇനി നമ്മൾ വേറെ രീതിയിൽ വരയ്ക്കുക. ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല, കാരണം വേറെ 2 വേർട്ടിസസിൽ കണക്ഷൻ വരുന്നില്ല. വേറെ ഒരു വേർട്ടിസുമായിട്ട് കണക്ഷൻ വരും. ഇനി നമ്മൾ ഇങ്ങനെയും വരയ്ക്കാമെന്ന് വിചാരിക്കാം. ഇവിടെ എന്ത് വരും, അതൊരു ഗ്രാഫാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് പ്ലാനാർ. ഓക്കെ, with no two edge intersect in a point other than a vertex of G. ഈ ജി എന്ന് പറഞ്ഞ അതിലെ വേർട്ടെക്സുകളല്ലാതെ വേറൊരു വേർട്ടെക്സുമായിട്ട് എന്ത് ചെയ്യില്ല, ജോയിൻറ്റ് വരില്ല. ഈച്ച് എഡ്ജ് ഇസ് എ സിമ്പിൾ ആർക്ക് ഓർ ജോർദാൻ ആർക്ക്. ഓരോ എഡ്ജ് എന്തായിരിക്കും, സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ ജോർദാൻ ആർക്കായിരിക്കും. സച്ച് എ ഡ്രോയിങ് ഓഫ് എ പ്ലാനാർ ഗ്രാഫ് ജി ഈസ് കോൾഡ് എ പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ജി. അങ്ങനെ വരയ്ക്കുന്നതിന്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ വരച്ചല്ലോ, ഇങ്ങനെയൊക്കെ വരച്ചല്ലോ, അതിനിപ്പോൾ നമ്മൾ എന്ത് പറയും, പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ജി എന്ന്. ഇൻ ദിസ് കേസ് വി ഓൾസോ സേ ദാറ്റ് ജി ഹാസ് എംബഡഡ് ഇൻ ദി പ്ലെയിൻ. അതായത് പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിനിൽ എംബഡ് ചെയ്തു, പ്ലെയിനിൽ ഉൾക്കൊള്ളിച്ചു എന്നാണ് അർത്ഥം. എ പ്ലെയിൻ ഗ്രാഫ് ഈസ് എ പ്ലാനാർ ഗ്രാഫ് ദാറ്റ് ഹാസ്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്ലെയിൻ ഗ്രാഫിൻ്റെ മീനിങ് കേട്ടോ. ഒരു പ്ലെയിൻ ഗ്രാഫിൽ നമ്മൾ പ്ലാനാർ ഗ്രാഫ് എന്ന് പറയണം. പ്ലെയിൻ ഗ്രാഫ് ഈസ് എ പ്ലാനാർ ഗ്രാഫ്. ഒരു പ്ലെയിൻ ഗ്രാഫ് ഒരു പ്ലാനാർ ഗ്രാഫ് ആവണമെങ്കിൽ അത് എന്തായിരിക്കും, ഹാസ് ബീൻ എംബഡഡ് ഇൻ ദി പ്ലെയിൻ. അത് പ്ലെയിനിൽ എംബഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം പ്ലെയിൻ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ